വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഈ ആഴ്ചയിൽ വളരെ സ്പെഷ്യലായ ചില എപ്പിസോഡുകളാണ് നമുക്കുള്ളത്. ഇന്നും പ്രെയർ ഡേയിൽ നിന്നുള്ള ചില സെഷനുകളായിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സിസ്റ്റർ ക്ഷമ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവരുടെ പേരുകളും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളും പറയാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇന്നത്തെ എപ്പിസോഡും സ്പോൺസർ ചെയ്തിരിക്കുന്ന 6 പേർ ചേർന്നിട്ടാണ്. ആദ്യമേ തന്നെ ഫരീദാബാദിൽ നിന്നുള്ള പുഷ്പ, അവരുടെ ഇളയ മകൻ ശ്രീജിത്തിന് വേണ്ടിയിട്ട് ചില വർഷങ്ങളായിട്ട് 17 വർഷത്തോളമായിട്ട് എപ്പിലെപ്സിയുടെ അസുഖമാണ്, അതിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് കാസർഗോഡ് നിന്ന് സുമ പി, അവരുടെ ജോലിയിൽ അവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ലൈഫ് പാർട്ട്ണർ അവരുടെ 3 സിസ്റ്റേഴ്സിനും അവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. കൂടാതെ ചിറക്കിൽ നിന്നുള്ള ആന്റണി MJ, അവർക്കും നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ എല്ലാ സാമ്പത്തികമായ കടഭാരങ്ങളിൽ നിന്നുള്ള ഞെരുക്കങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തൃക്കരിയൂരിൽ നിന്നുള്ള രാധാമണി PV, അവർക്ക് അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് മാറുവാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഷിനു പോളി, അവർക്ക് സ്വന്തമായൊരു വീട് ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ മകൾ മിൽസിയ, അതിന് നല്ല ആരോഗ്യം ആ കുട്ടിക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് കുമ്പനാട് നിന്നുള്ള റിജി തോമസിന് വേണ്ടിയിട്ടാണ്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ കാര്യത്തിൽ സൗഖ്യം ലഭിക്കുവാൻ, അതുപോലെ ജോലിയിൽ വിസയുടെ കാര്യം ശരിയായ സമയത്ത് അത് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനെ ബ്ലെസ് ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ കേട്ട ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും ദൈവമേ നിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father, we release all your blessings upon every person and every prayer request. കർത്താവെ, അവർ നിൻ്റെ ശുശ്രൂഷകളിൽ ഒരു പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സകല പങ്കാളിത്തവും അവരുടെ മേലും വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ബ്ലെസ്സിങ് ഈച്ച് ആൻഡ് എവ്രി സ്പോൺസർ ടുഡേ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you, sponsors, for sponsoring today's episode. Brother Damien ministering in USA. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ഈ കുടുംബം അബുദാബി നിന്നാണ് വരുന്നത്. ഓക്കെ. അവരൊരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇന്നിപ്പോൾ ഇവിടെ വന്നതാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപ് ഈ കുഞ്ഞിൻ്റെ സ്ക്രോട്ടത്തിന് സാധാരണയിൽ കവിഞ്ഞ ഒരു വളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു ഇതെന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരുന്ന മെയ്ഡാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. മെയ്ഡ് പറഞ്ഞു ഇതെന്തോ സാധാരണയിൽ കവിയുന്ന ഒരു വളർച്ച കുഞ്ഞിന് ഇത് കാണുന്നുണ്ട്, ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ ഏകദേശം നാട്ടിലേക്ക് പോരുവാൻ, നാടെന്ന് പറഞ്ഞാൽ പൂനെയിലേക്ക്. അങ്ങനെ പൂനെയിൽ വന്ന് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഞ്ഞിൻ്റെ സ്ക്രോട്ടത്തിന് ഹെർണിയ ആണെന്ന് പറഞ്ഞു. 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഹെർണിയ ഉള്ളതുകൊണ്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. എങ്കിലും ആ സമയത്ത് ഇവർക്കതിന് പറ്റിയില്ല. 15 ദിവസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് അബുദാബി പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ തിരിച്ച് ഇവർ അബുദാബിയിൽ ചെന്നു. അവിടെയും ഡോക്ടർ കണ്ടുകഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ കൺഫേം പറഞ്ഞു ഇത് ഹെർണിയാണ്, വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ പറഞ്ഞു.
അപ്പോഴും ഇവർ ചെയ്തത് അവിടെ നിന്നുകൊണ്ട് എറണാകുളത്തുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റൽ, കാരണം ഈ സഹോദരിയുടെ വീട് എറണാകുളത്ത് ആയതുകൊണ്ടിട്ടും എല്ലാത്തിനും സൗകര്യം എറണാകുളം ആയതുകൊണ്ടിട്ടും എറണാകുളത്തുള്ള ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു പീഡിയാട്രിക് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ഒരു കൺസൾട്ടേഷനായി ഡോക്ടർ പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇത് ഹെർണിയ തന്നെയാണ്, കുഞ്ഞിന് ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, എത്രയും പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ 6-ാം തീയതി അവർ ഇങ്ങോട്ടേക്ക് വന്നു. 8-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സർജറി ഫിക്സ് ചെയ്തിരുന്നത്. 7-ാം തീയതി അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവണം. 6-ാം തീയതി വൈകുന്നേരം ഇവർ വീട്ടിൽ വന്നു. അവിടെ നിന്നുകൊണ്ട് പ്രെയർ കോൾ സെൻറ്ററിലേക്ക് ഇവിടേക്ക് ഇത് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ട ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുക, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഏത് വിധത്തിൽ പോയോ അതുപോലെ തന്നെ കർത്താവ് നിങ്ങളെ മടക്കി വരുത്തും. കാരണം യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുക, യേശു ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം തന്നു കഴിഞ്ഞു. ഈ വിശ്വാസത്തോടു കൂടി തന്നെ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡയഗ്നോസിസ് എല്ലാം ചെക്ക് ചെയ്തു. എങ്കിലും ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടേതായിട്ടുള്ള ഒരു ടെസ്റ്റുണ്ട്, സകല ചെക്കപ്പും നടത്തി. ഈ സമയത്ത് കണ്ട ഒരു പ്രത്യേകത വെച്ചാൽ കുഞ്ഞിൻ്റെ പതിവിൽ വലുതായിരുന്ന സ്ക്രോട്ടം ചുരുങ്ങി വരാൻ തുടങ്ങി. വളരെ ചുരുങ്ങി അതൊരു നോർമൽ പൊസിഷനിലേക്ക് വന്നു. എന്നാൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർക്ക് വലിയൊരു അത്ഭുതമായി. നിങ്ങൾ കൊണ്ടുവന്ന സകല റിപ്പോർട്ടിലും ഇത് കാണുന്നുണ്ട്, പക്ഷെ എൻ്റെ കണ്ണുകൊണ്ടോ ഞങ്ങളുടെ ടെസ്റ്റ് കൊണ്ടോ ഈ ഒരു പ്രോബ്ലം ഈ കുഞ്ഞിന് കാണുന്നില്ല. യാതൊരു കാരണവശാലും ഈ കുഞ്ഞിനൊരു സർജറി വേണ്ട. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഉടനെ ഈ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇന്നലെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി. സർവശക്തനായ കർത്താവായ യേശു കുഞ്ഞിൻ്റെ രോഗത്തെ മുഴുവനായിട്ടും സൗഖ്യമാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ വന്നേ. ഞങ്ങൾ തീർത്തും വിശ്വസിക്കുന്നു, യേശു സൗഖ്യമാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം യേശു തന്നു. ഈ കുഞ്ഞ് തന്നെ ഒരു അത്ഭുത കുഞ്ഞാണ് അല്ലേ? വർഷങ്ങൾ ആയിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇവിടെ വന്ന ടെസ്റ്റ് മണി പറഞ്ഞു പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞ. യെസ്, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പം കിട്ടിയ കുഞ്ഞാണ്. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി വർഷങ്ങൾക്ക് ശേഷം കർത്താവ് കൊടുത്ത കുഞ്ഞാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൽ നിന്ന് ദൈവം ഒരു നന്മ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നന്മയെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വം കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. So whether you have a crisis or not, you have to pray. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. Shout hallelujah. ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Now what is happening here? Let's look. നമുക്ക് ആ വചനഭാഗത്തിലേക്ക് നോക്കാം. 31. After they prayed, the place where they were meeting was shaken, and they were filled with the Holy Spirit and spoke the word of God boldly. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. I have a message for you. നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഇവിടെയുണ്ട്. Prayer brings strengthening. പ്രാർത്ഥന ബലത്തെ കൊണ്ടുവരുന്നു. പറ. പ്രാർത്ഥന ബലത്തെ കൊണ്ടുവരുന്നു. പറഞ്ഞ പ്രാർത്ഥന എന്നെ ശക്തീകരിക്കുന്നു. നമ്മളിവിടെ സിമന്റും മണ്ണും
കല്ലുമൊക്കെ കൊണ്ടുവരുന്ന ലോറിയുടെ പുറകിൽ ഞാൻ എഴുതി കണ്ടിട്ടുണ്ട്, പ്രേയർ ഈസ് സ്ട്രെങ്ത്. ചുമ്മാ പറഞ്ഞാൽ ചില ട്രക്കിൻ്റെ പുറകിൽ എഴുതി കണ്ടിട്ടുണ്ട്, പ്രേയർ ഈസ് സ്ട്രെങ്ത്. പറഞ്ഞു നോക്കിയേ, സ്ട്രെങ്ത്. എ പ്രേയിങ് മാൻ ഈസ് എ സ്ട്രോങ് മാൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ശക്തിമാനാണ്. എ പ്രേയിങ് വുമൺ ഈസ് എ സ്ട്രോങ് വുമൺ. പ്രാർത്ഥിക്കുന്ന ഒരു വനിത ശക്തിയേറിയ ഒരു വനിതയാണ്. എ പ്രേയിങ് ചൈൽഡ് ഈസ് എ സ്ട്രോങ് ചൈൽഡ്. പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ ശക്തിയുള്ള ഒരു പൈതലാണ്. എ പ്രേയിങ് മിനിസ്റ്റർ ഈസ് എ സ്ട്രോങ് മിനിസ്റ്റർ. ഒരു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൻ ശക്തിയേറിയ ഒരു ശുശ്രൂഷകൻ. പ്രേയിങ് choir ഈസ് എ സ്ട്രോങ് choir. പ്രാർത്ഥിക്കുന്ന ഒരു choir ശക്തിയേറിയ ഒരു choirാണ്. Hallelujah. Hallelujah. A praying artist will be a strong artist. പ്രാർത്ഥിക്കുന്ന ഒരു സംഗീതജ്ഞൻ സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള ഒരു സംഗീതജ്ഞനാണ്. A praying husband will be a strong husband. പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് ശക്തിമാനായ ഒരു ഭർത്താവായിരിക്കും. A praying young man or a praying young woman will be a powerful and strong young woman or a strong young man. ഒരു പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അവൻ ശക്തിയുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായിരിക്കും. Verse number 32. 32ാമത്തെ വചനം. All the believers were one in heart and mind. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. സദസ്സിനോട് ചോദിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ച വിശ്വാസികളുടെ കൂട്ടം എങ്ങനെയുള്ളവരായിരുന്നു? പ്രേയർ ബ്രിങ്സ് യൂണിറ്റി. പ്രാർത്ഥന ഐക്യതയെ കൊണ്ടുവരുന്നു. മോനെ പല പ്രാവശ്യം പറ, പ്രാർത്ഥന ഐക്യത കൊണ്ടുവരുന്നു. പ്രാർത്ഥന ഐക്യത കൊണ്ടുവരുന്നു. If you have family, pray. If all the members of the family are praying together, there will be unity and harmony in the family. നിങ്ങൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിനകത്ത് ഐക്യതയും ഒത്തൊരുമയും ഉണ്ടാവും. Hallelujah. Hallelujah. If all the blessings in the people are coming together to pray, there will be unity in all the blessing centers. ഒരു ബ്ലെസ്സിംഗ് സെന്ററിലെ വിശ്വാസികൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുകയാണെങ്കിൽ ആ ബ്ലെസ്സിംഗ് സെന്ററിനകത്ത് ഐക്യതയും ഒത്തൊരുമയും ഉണ്ടാവും. In the first century, ആദ്യ നൂറ്റാണ്ടിൽ all of them came together. എല്ലാവരും ഒരുമിച്ച് And കൂടി all of them prayed. എല്ലാവരും പ്രാർത്ഥിച്ചു. And there was great unity among the believers. എല്ലാ വിശ്വാസികളുടെ ഇടയിലും വലിയ ഐക്യതയുണ്ടായി. If you don't pray, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, the fellowship will disintegrate. ആ കൂട്ടായ്മ പതുക്കെ പതുക്കെ ശിഥിലമായി പോകും. Hallelujah. Hallelujah. Then no one claimed that any of their possessions was their own, but they shared everything they had. തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. Message. സന്ദേശം ഇതാണ്: Prayer brings sharing nature. പ്രാർത്ഥിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കിട്ടുന്നു. പറഞ്ഞു നോക്കിയേ. പ്രാർത്ഥിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ലഭിക്കുന്നു. 33. With great power the apostles continued to testify to the resurrection of the Lord Jesus. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു പോന്നു. So prayer brings a great power to be witnesses of Jesus. യേശുവിന്റെ സാക്ഷികളാകുവാനുള്ള വലിയ ശക്തി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. Hallelujah. 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 And God's grace was so powerfully at work in them all. എല്ലാവർക്കും സമൃദ്ധമായ കൃപ ഉണ്ടായിരുന്നു. Prayer makes God's grace great powerfully at work among us. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വളരെ ശക്തിയോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. If you read from verse number 34, 34 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചാൽ 34 and 35 say prayer brings abundance. 34 35 വചനങ്ങൾ പറയുന്നു പ്രാർത്ഥന അഭിവൃദ്ധി കൊണ്ടുവരുന്നു. Oh my God. If you are a praying man, praying woman, there will be abundance in your family. നീ ഒരു പ്രാർത്ഥിക്കുന്ന വനിതയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമൃദ്ധി ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വനിതയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് അഭിവൃദ്ധി ഉണ്ടായിരിക്കും. Poverty will leave your place. ദാരിദ്ര്യം നിന്റെ വീട്ടിൽ നിന്നും അകന്നു പോകും. Hallelujah. Hallelujah. So with this foundation of the word, ഈ we are going to pray for all the prayer requests from all the nations of the world.
ഈ പറയപ്പെട്ട ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടും എത്തപ്പെട്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Somebody shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? We have received thousands and thousands of prayer requests. നമുക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ലഭിച്ചിരിക്കുന്നു. We got so many through emails. നിരവധി നമുക്ക് ഇമെയിലിലൂടെ ലഭിച്ചു. And we have taken a lot of printouts here. നമുക്ക് ഇവിടെ ഒത്തിരി പ്രിന്റ് ഔട്ടുകൾ നമ്മൾ എടുത്തു. And some of them, hundreds of them, we could not take printouts. അതിൽ നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇതുവരെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. But there is a laptop here. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. The inboxes are open. കാരണം ഇൻബോക്സ് തുറന്നു വെച്ചിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നു. In these inboxes, hundreds and hundreds of emails are there. ഈ ഇൻബോക്സിലും നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. So many are bundled here. ഒത്തിരി അത് ഇവിടെ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. You can see hundreds and hundreds of photographs. നൂറുകണക്കിന് ഫോട്ടോഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാം. We could not paste everyone. എല്ലാ ഫോട്ടോയും നമുക്ക് ഇവിടെ ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. Some are in the bowls. ചിലത് ബൗളിൽ ഇട്ടിട്ടുണ്ട്. Some are in these boards. സൈഡ് ഈ ബോക്സുകളിലുണ്ട്. Stand. എല്ലാവരും എഴുന്നേറ്റാൽ. I request all men of God to come. എല്ലാ ദൈവവൃത്യന്മാരും വേഗത്തിൽ സ്റ്റേജിലേക്ക് വരിക. Hallelujah. ഹല്ലേലൂയ. And when we pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ remember ഓർക്കുക the process. ആ കൈകാര്യം ചെയ്യുന്ന വിധം ഓർക്കുക. All these prayer requests from this wooden altar is going to the golden altar in front of the throne of God. ഈ മരം കൊണ്ടുണ്ടാക്കിയ പീഠത്തിൽ നിന്നും ദൈവസിംഹാസനത്തിന്റെ മുൻപിലുള്ള സ്വർണ്ണ യാഗപീഠത്തിലേക്ക് ഈ പ്രാർത്ഥനകൾ പോകാൻ പോവുകയാണ്. And angels will be very busy receiving all the prayer requests. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ വളരെ തിരക്കുള്ളവരായി മാറാൻ They പോവുകയാണ്. will sort it there. അവർക്കെല്ലാം അത് തരംതിരിക്കണം. And they will mix it with their incense and it will reach the hands of God. അത് ദൈവികമായ ധൂപവർഗ്ഗത്തോട് ചേർന്ന് ദൈവകരങ്ങളിലേക്ക് ചേർക്കപ്പെടാൻ And പോവുകയാണ്. all the angels will receive proper answers for each and every prayer request. മാത്രമല്ല ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൃത്യമായ മറുപടികളും ദൈവത്തിൽ നിന്ന് അവർ സ്വീകരിക്കാൻ പോവുകയാണ്. And one day ഒരു ദിവസം there will be a spiritual knock at the door of your house. നിങ്ങളുടെ വീടിന്റെ വാതിലിൽ ഒരു ആത്മീകമായ മുട്ടല് കേൾക്കാം. That will not be the knock of a postman or a neighbor. That will be the spiritual knock of an angel. അത് നിങ്ങളുടെ അയൽവാസിയുടെയോ പോസ്റ്റ്മാന്റെയോ ഒരു മുട്ടലായിരിക്കില്ല, അത് സ്വർഗ്ഗത്തിലെ ദൂതന്റെ മുട്ടലായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Lift your hands and shout hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് People everywhere worship എല്ലായിടങ്ങളിലും Him. ദൈവത്തെ ആരാധിച്ചാലും Thank you Jesus everywhere. എല്ലായിടങ്ങളിലും എല്ലാവരും Hallelujah. ഹല്ലേലൂയ. കൈകളെ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറയാം, ആരാധിക്കാം. കരങ്ങൾ ഇതിലേക്ക് നീട്ടിപ്പിടിച്ചാൽ, കരങ്ങൾ ഇതിലേക്ക് നീട്ടിപ്പിടിച്ചാൽ. ഹല്ലേലൂയ. ഈ പേപ്പറുകളിൽ ഇരിക്കുന്ന ഇമെയിലുകളിലായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ക്ലിക്ക് 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 എല്ലാം സ്വർഗത്തിലേക്ക് ചെല്ലാം. താങ്ക് യു ജീസസ്. ശബ്ദം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങാം, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Father, in the name of Jesus, we transfer all these prayer requests from this table, from this altar to the golden altar in heaven. പിതാവേ, ഈ മരത്തിന്റെ യാഗപീഠത്തിലിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങയുടെ സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ യാഗപീഠത്തിലേക്ക് ഞങ്ങൾ നൽകുകയാ. We offer all prayer requests from different parts of the world. ലോകമെമ്പാടുമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. All the prayer requests from India. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും. All the prayer requests from Africa. ആഫ്രിക്കയിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും. All the prayer requests from Europe. യൂറോപ്പിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും. All the prayer requests from North America. നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ All വിഷയങ്ങളും. the prayer requests from South America. സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ All the വിഷയങ്ങളും. prayer requests from Australia. ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ. All the prayer requests from China. ചൈനയിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനാ And all വിഷയങ്ങളും. the nations of the world. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളത് Lord, we offer them into your hands. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. Come on, everybody pray, pray, എല്ലാവരും pray. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും. Oh Jesus, oh Jesus, oh Jesus, oh Jesus. Oh Jesus, oh Jesus, we pray. Lord, we pray, Lord, we pray in the name of Jesus. Thank you, Father. Thank you, Father. Thank you, Jesus. Thank you, Jesus. We pray together. We pray together. We pray together. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. Yes, Lord.
Father, we pray for every email prayer request. ഇമെയിലിലൂടെ വന്ന എല്ലാ പ്രാർത്ഥനകൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ we send these emails to the inbox in heaven. ഞങ്ങൾ ഈ ഇമെയിലിലെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും സ്വർഗ്ഗത്തിലെ ഇൻബോക്സിലേക്ക് അയക്കുകയാണ്. Yes, Father, let the angels process them and hand them over to the hands of the living God. ദൂതന്മാർ അത് പ്രോസസ് ചെയ്ത് ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിലേക്ക് അത് കൈമാറട്ടെ. Come on, pray, pray, pray. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചാലും. Father, we pray that you may pay off, cancel all the debts, Father. കർത്താവ് ഇതിലുള്ള എല്ലാ കടഭാരങ്ങളും അങ്ങ് മാറ്റി കൊടുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Father, we pray for every marriageable young man and young lady. കർത്താവ് വിവാഹം കഴിക്കുവാനുള്ള എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരിക്കുമായി പ്രാർത്ഥിക്കുന്നു. Let the right life partners come. ശരിയായ ജീവിത പങ്കാളികൾ ചേർന്ന് വരട്ടെ. Father, we pray for all childless couple. കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കുമായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Let them receive the gift of children. കർത്താവേ കുഞ്ഞുങ്ങൾ എന്ന ദാനം അവർക്ക് ലഭിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Father, we pray for those who are not saved so far. ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Oh, lift your voices and pray. നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ Let them hear the word of God. അവർ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. Let them receive an opportunity to listen to the gospel. അവർ സുവിശേഷം കേൾക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. And Holy Spirit move in their hearts. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. Move in their hearts. അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. We pray for every sick person. എല്ലാ രോഗികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. We pray for the paralytic. കർത്താവേ തളർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for cancer patients. കർത്താവേ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. pray against arthritis. ഈ ആർത്രൈറ്റിസിനെതിരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for cardiac problems. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Heal them, heal them, heal them, heal them. ഓ അവരെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. We release the healing power of Jesus. യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി ഞങ്ങൾ ഇതാ പകരുകയാണ്. Oh Jesus, heal them, Lord. Heal them, Lord. Heal them, Lord. സൗഖ്യമാക്കണമേ കർത്താവേ. Jesus, heal every sick person. യേശു സകല രോഗികളെയും സൗഖ്യമാക്കുന്നു. Father, we pray for all homeless people. കർത്താവേ സ്വന്തമായ വീടുകളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Give them beautiful, comfortable homes, Father. കർത്താവേ മനോഹരമായ ഭവനങ്ങൾ അവർക്ക് നൽകണമേ. Thank you, Jesus. 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 ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, leadership trainings, games and more. For registration and more details 0484 422 171. നമുക്കൊരു പ്രാവശ്യം കൂടെ ഈ ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. അനേക പ്രാവശ്യം അനേകർ ആയിരങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ കാണുന്ന സകലരും ചേർന്ന് ഈ സമയത്ത് ദയവായി നിങ്ങൾക്കൂടെ കൈ ഇതിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇതിൽ ഓരോ പ്രാർത്ഥന വിഷയത്തെയും കർത്താവ് നീ പ്രോസസ്സ് ചെയ്ത്
അതിൻ്റെ മറുപടി നൽകുന്നതിനാൽ നന്ദി പറയും. ഈ സമയത്ത് കർത്താവെ, ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകാൻ, ദ സ്പിരിറ്റ് ഓഫ് പ്രെയർ എല്ലാവരിലും ഉണ്ടാകാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ കൂടിയിട്ട് നട്ടലിന് തകരാറ് സംഭവിച്ച് കിടപ്പിലായിരിക്കുന്ന, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ. അതുപോലെ പിത്താശയത്തിന് പ്രോബ്ലമുള്ള ഗോൾ ബ്ലാഡർ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ പ്രോബ്ലം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ലങ്സിൻ്റെ പ്രോബ്ലം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ് വലിയ വിടുതലുകൾ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അവർ വിശ്വസിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ഓഗസ്റ്റ് 14 തീയതിയായിരുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വെച്ച് നടന്നത്. ആയിരക്കണക്കിന് ദമ്പതിമാരാണ് അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ആ മീറ്റിങ്ങിൽ നിന്നുള്ള സന്ദേശങ്ങൾ അടുത്ത ആഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. ഭാര്യ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുവാൻ വേണ്ടി കഴിവതും നിങ്ങൾ ശ്രമിക്കണം. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എന്ന വിശ്വാസത്തോടെ നാളത്തെ എപ്പിസോഡ് കാണുക. ഗോഡ് ബ്ലെസ് യു.